മാടായി പഞ്ചായത്തിലെ മൂലക്കീഴിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിൻ്റെ നോട്ടീസിൽ നിന്നും വാർഡ് അംഗമായ CPMൻ്റെ പ്രതിനിധിയെ ഒഴിവാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് വീണ്ടും നോട്ടീസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. മാടായി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മൂലക്കീഴിൽ അംഗൻവാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും CPM വാർഡ് അംഗത്തെ ഒഴിവാക്കി. ആദ്യം ഒക്ടോബർ 15-ന് ഉദ്ഘാടനമെന്ന് കാണിച്ചുകൊണ്ട് ഇറക്കിയ നോട്ടീസിലാണ് മാടായി പഞ്ചായത്തിലെ മൂലക്കീഴിലെ വാർഡംഗമായ CPM പ്രതിനിധിയെ ഒഴിവാക്കിയത്. തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ CPM നേതാക്കളെ വിളിച്ച് ഉദ്ഘാടനം 21-ലേക്ക് മാറ്റിയതായും ഇതിനായി വിപുലമായ സംഘാടക സമിതി വിളിച്ചു ചേർക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് 21 ഉദ്ഘാടനമെന്ന് കാണിച്ചുകൊണ്ട് ഇറക്കിയ നോട്ടീസിലും CPM അംഗത്തിൻ്റെ പേര് പോലും വെച്ചില്ല എന്ന് മാത്രമല്ല, മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഉദ്ഘാടനത്തിൻ്റെ നോട്ടീസ് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകയും ചെയ്തു. അതേസമയം UDF അംഗങ്ങളായ വാർഡ് മെമ്പർമാർ ഉൾപ്പെടുന്ന വാർഡിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ UDF അംഗങ്ങളെ അധ്യക്ഷന്മാരായി പേര് വെച്ചുകൊണ്ട് തന്നെയാണ് നോട്ടീസ് ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. CPM അംഗങ്ങളെ കരുതിക്കൂട്ടി ഒഴിവാക്കി നോട്ടീസിൽ പേര് ഉൾപ്പെടുത്താത്തതാണ് എന്ന ആരോപണവും ശക്തമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച അംഗങ്ങളും ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയായി വിജയിച്ച അംഗത്തെയും വരെ അധ്യക്ഷന്മാരായി നോട്ടീസിൽ അടിച്ച് ഉദ്ഘാടന പരിപാടിയിൽ നടത്തിയപ്പോഴാണ് CPM അംഗത്തെ അവഗണിച്ചുകൊണ്ട് നോട്ടീസ് ഇറക്കിയത്. കെട്ടിടത്തിൻ്റെ നിർമ്മാണവേളയിലടക്കം നാട്ടുകാരുടെ ശക്തമായ ഇടപെടലുകളും നിർമ്മാണവും പൂർത്തിയാക്കിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോലും നാട്ടുകാരെ പോലും അറിയിച്ചില്ല. ഒടുവിൽ പ്രതിഷേധം ശക്തമായതോടെ വിപുലമായ സംഘാടക സമിതി വിളിച്ചു ചേർക്കുവാൻ തീരുമാനിക്കുകയും ഉദ്ഘാടനം 21-ലേക്ക് മാറ്റുകയും ചെയ്തുവെങ്കിലും പുതിയ നോട്ടീസിലും CPM അംഗം പുറത്തു തന്നെയാണ്. വർത്തമാന ന്യൂസ്, പഴയങ്ങാടി.